ഹായ് ഓൾ. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ചായ കുടിക്കുന്ന ഒരു പതിവ് ഇപ്പം മുതൽ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാണ്ട് തന്നെ നമ്മളായിട്ട് തന്നെ എണ്ണക്കടികൾ ഉണ്ടാക്കാനും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബോണ്ടയാണ് കേട്ടോ. ബോണ്ട കണ്ട സന്തോഷത്തിലാണ് കണ്ണനുള്ളത്. ആശാൻ നല്ലോണം തട്ടി വിടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലി കളയാണ്ട് തന്നെ കുക്കറിലിട്ടിട്ട് വിസിൽ വരുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, പെരിഞ്ജീരകം, ഉഴുന്ന്, അതുപോലെ നല്ല ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലോട്ട് മഞ്ഞളും ഈ പെരിഞ്ജീരകം ജീരകം എല്ലാം ഇങ്ങനെ എണ്ണയിൽ വഴഞ്ഞു വരുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മണം അത്. അതുപോലെ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതും ഒരു ലേശം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഉടച്ചിട്ട് അതിലങ്ങ് മിക്സ് ചെയ്യുക. പണ്ടെല്ലാം ബോണ്ട ഉണ്ടാക്കാനൊന്നും കാത്തു വെക്കൂല, ഈ മസാല ഉണ്ടാക്കി വെച്ചാൽ അതന്നെ എടുത്ത് നല്ലോണം തിന്നുന്നുണ്ടാവും നമ്മളെല്ലാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു അതിനും. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ഉരുട്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളിനി മാവ് ഉണ്ടാക്കണം. മാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കൂടുതലും കടലമാവ് എടുത്തിട്ടുള്ളത്. 2 സ്പൂണ് കടലമാവിന് 1 സ്പൂണ് മൈദപ്പൊടി ചേർത്തിട്ട് ഒരു നുള്ളുപ്പും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതായി കലക്കി ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാവുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇളക്കിയെടുക്കുക. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഓയിലൊന്നും വീട്ടിലധികം യൂസ് ചെയ്യലില്ല. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചെണ്ണ പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിലോട്ട് നമ്മൾ ബോളിട്ട് മുക്കി നല്ല അടിപൊളിയായിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ വേഗം മറിച്ചിടണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ ഇങ്ങനത്തെ ചായക്കടിയെല്ലാം ഉണ്ടാക്കിയാൽ നമ്മളിത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. തണിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം അങ്ങ് മാറും. അപ്പം നല്ല ചൂട് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം വന്നിട്ട് അത് ചായ ഊഴൂട്ടാ. ബോണ്ടൊക്കെ എടുത്ത് ആശം തട്ടി വിടാൻ തുടങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.